ഹായ് കൂട്ടുകാരെ, ഏവർക്കും ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നാം ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഒരു പുതിയ മൈനർ ഗെയിമാണ്. നമുക്കെല്ലാവർക്കും കളിക്കാൻ ഇഷ്ടമാണല്ലേ? കോവിഡ് മഹാമാരി കാരണം നമുക്കിന്ന് സ്കൂളുകളിലേക്കോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കോ ഒന്നും തന്നെ പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. കൂട്ടുകാരെല്ലാം വളരെ വിഷമത്തിലായിരിക്കുമെന്നും ഞങ്ങൾക്കറിയാം. തീർച്ചയായും നമുക്ക് വിശ്വസിക്കാം, ഈ കോവിഡ് എന്ന ഭീകരനെ നാം തുരത്തുക തന്നെ ചെയ്യും. അതിനുശേഷം നാം എല്ലാവരും പഴയതുപോലെ സ്കൂളുകളിലും നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നമുക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളിലുമെല്ലാം നമുക്ക് ഒത്തുചേരാൻ കഴിയും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നാം ഇന്നിവിടെ പുതുതായി പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീടുകളിലുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു മൈനർ ഗെയിമിനെ സംബന്ധിച്ചാണ്. ഈ ഗെയിമിൻ്റെ പേരെന്താണെന്നറിയോ? ഈ ഗെയിമിൻ്റെ പേരാണ് ഓർമ്മക്കളരി. എന്താണ് ഈ ഓർമ്മക്കളരി ഗെയിം എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. നാം ഈ ഗെയിം പ്രധാനമായും പഠിക്കുന്നതും കളിക്കുന്നതും എന്തിനാണെന്ന് നാം ആദ്യം ഒന്ന് മനസ്സിലാക്കണം. നാം ഇപ്പോൾ നമ്മുടെ വീടുകൾക്കുള്ളിലാണ്. നമുക്ക് പഴയതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ കൂട്ടുകാരോടൊത്ത് നമുക്ക് കളിക്കാനൊന്നും സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ വീടുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് പ്രധാനമായും നാം ഈ ഗെയിമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്നത്. കൂട്ടുകാരെല്ലാം തയ്യാറാണോ? നമുക്കൊന്ന് ആദ്യം ഈ ഗെയിം എങ്ങനെ കളിക്കാം എന്നതിനെ സംബന്ധിച്ചൊന്ന് പരിചയപ്പെടാം. പേര് ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ? ഗെയിമിൻ്റെ ഓർമ്മക്കളരി, അതായത് നമ്മുടെ ഓർമ്മശക്തി എത്രത്തോളം ഉണ്ടാകും എന്ന് പരിചയപ്പെടുന്നതിനും അത് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നതിനും വേണ്ടിയിട്ടാണ് നാം ഈ ഗെയിം കളിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി വളരെ ശ്രദ്ധയോട് വേണം കേൾക്കാൻ, എങ്കിൽ മാത്രമേ ഈ ഗെയിം നമുക്ക് കളിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇവിടെ നോക്കുക, ഞാനിവിടെ 1 എന്ന കൗണ്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കുമ്പോൾ, 1 എന്ന കൗണ്ട് കാണിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 2 ക്ലാപ്പ് ചെയ്യുക. ക്ലാപ്പ് അറിയാലോ എല്ലാവർക്കും. റെഡിയാണോ? ഒന്നും കൂടി നോക്കിയേ. 1. ഓക്കെ. 2 പറഞ്ഞാലോ? 2 എന്ന കൗണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക? 3 ക്ലാപ്പ് ചെയ്യുക. റെഡിയാണോ? ഓക്കെ. ഇനി 3 എന്ന കൗണ്ടാണ് ഞാൻ പറയുന്നതെങ്കിൽ അവിടെ ക്ലാപ്പ് ഇല്ല. ദെൻ 4 എന്ന കൗണ്ടാണ് ഞാൻ പറയുന്നതെങ്കിൽ എന്ത് ചെയ്യുക? 1 ക്ലാപ്പ്, 1 ക്ലാപ്പ് ചെയ്യുക. ഒന്നും കൂടി ശ്രദ്ധിച്ച് കേൾക്കണം, എങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ. 1 എന്ന കൗണ്ട് പറയുകയാണെങ്കിൽ 2 ക്ലാപ്പ് ചെയ്യുക. 2 എന്ന കൗണ്ടാണ് പറയുന്നതെങ്കിൽ 3 ക്ലാപ്പ് ചെയ്യുക. ദെൻ 3 എന്ന കൗണ്ടാണ് പറയുന്നതെങ്കിൽ ക്ലാപ്പ് ഇല്ല. ദെൻ 4 എന്ന കൗണ്ടാണ് ഞാൻ പറയുന്നതെങ്കിൽ എന്ത് ചെയ്യുക? 1 ക്ലാപ്പ് ചെയ്യുക. കൂട്ടുകാർ റെഡിയാണോ? എന്ത് ചെയ്യുക? ഒരു പേപ്പറും പേനയും കൂടി എടുത്തു വെച്ചേക്കണം. കാരണം എന്തിനാ? നമുക്ക് എത്ര പോയിന്റ് കിട്ടും എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, റെഡിയാണോ? നമുക്കൊന്ന് കളിച്ചു വെക്കാലോ. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? ശരി. അപ്പോൾ ഞാൻ പറയുന്ന കൗണ്ടിനനുസരിച്ച് നിങ്ങൾ ക്ലാപ്പ് ചെയ്യണം. ഓക്കെ. 1 എന്ന കൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യാം? 2 ക്ലാപ്പ്. 2 എന്ന കൗണ്ട് ആണെങ്കിൽ 3 ക്ലാപ്പ്. 3 എന്ന കൗണ്ട് ആണെങ്കിൽ ക്ലാപ്പ് ഇല്ല. 4 എന്ന കൗണ്ട് ആണെങ്കിൽ 1 ക്ലാപ്പ്. ഓക്കെ, ആരംഭിച്ചാലോ? 2ന് എത്ര ക്ലാപ്പാണ്? 3. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ. 3 എന്ന ക്ലാപ്പിന് ആരെങ്കിലും, 3 എന്ന കൗണ്ടിന് ആരെങ്കിലും ക്ലാപ്പ് ചെയ്തിട്ടുണ്ടോ? ക്ലാപ്പ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 1 പോയിന്റ് ഓപ്പോസിറ്റ് ടീമിന് കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പോ ഇതേ ക്രമത്തിൽ തന്നെ ഈ മത്സരം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും അനുജനെയും എല്ലാവരെയും ഉൾപ്പെടുത്തി ഈ മത്സരം നിങ്ങൾ വീട്ടിൽ കളിച്ചു നോക്കണം. ഓക്കെ. ഓർമ്മക്കളരി എന്ന ഗെയിം കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും വീടുകളിൽ ചെയ്തു നോക്കിയോ? നമ്മുടെ അനുജനെയും അനുജത്തിയെയും അച്ഛനെയും അമ്മയും എല്ലാവരെയും ഉൾപ്പെടുത്തി വേണം ഈ ഗെയിം നിങ്ങൾ വീട്ടിൽ കളിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എത്ര പോയിന്റ് കിട്ടുന്നു എന്നുള്ളതും കൂടി ഒന്ന് എഴുതി വെച്ചേക്കുക. തീർച്ചയായും പുതിയ ക്ലാസ്സിൽ കൂടുതൽ പുതിയ കളികളും പുതിയ ചില വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.